തൃശ്ശൂർ കാത്തിരുന്ന ആ ഒരു നിമിഷം, ലോകം കാത്തിരുന്ന ആ ഒരു നിമിഷം ഇവിടെ ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ അതിരുകളില്ലാത്ത ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ബോൺ നത്താലെ 2024 അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ക്രിസ്മസ് പപ്പമാർ തൃശ്ശൂർ നഗരം കീഴടക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുന്നിലായി തന്നെ ഈ 11ാം വർഷത്തിൻ്റെ ആ ഒരു മൊമെൻറ്റോ, ഒപ്പം അതിന് തൊട്ടു പിന്നിൽ ഈ ബോൺ നത്താലെ 2024 കമാനം, അതിന് പിന്നിലായി വിശിഷ്ടാതിഥികൾ അണിനിരക്കും, അതിന് പിന്നിലായി വീൽ ചെയറിൽ പപ്പമാർ അണിനിരക്കും, ഒപ്പം തന്നെ ഡാൻസിങ് പപ്പമാർ. നമുക്കറിയാം ഇപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടുള്ളൊരു കണക്ക് 20,000-ഓളം ക്രിസ്മസ് പാപ്പമാർ, സാന്താക്ലോസുമാർ തൃശ്ശൂർ നഗരത്തെ വലം വയ്ക്കാൻ പോവുകയാണ്, സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ 2014 സ്ഥാപിക്കപ്പെട്ട ആ ഗിന്നസ് റെക്കോർഡ് ഒരുപക്ഷെ ഇത്തവണ തിരുത്തി കുറിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അന്ന് 18,000-ഓളം സാന്താക്ലോസുമാരാണ് ഈ ബോൺ നത്താലെ ആ ഒരു ഘോഷയാത്രയിൽ, ക്രിസ്മസ് ഘോഷയാത്രയിൽ അണിനിരുന്നതെങ്കിൽ ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നത് 20,000-ഓളം സാന്താക്ലോസുമാരാണ്. തീർച്ചയായിട്ടും ഒരു ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് പ്രേക്ഷകരിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 21ഓളം നിശ്ചല ദൃശ്യങ്ങളായിരിക്കും ഇത്തവണത്തെ ബോൺ നത്താലെ ആ ഒരു ക്രിസ്മസ് ഘോഷയാത്രയെ അവിസ്മരണീയമാക്കാൻ പോകുന്നത്, വർണ്ണാഭമാക്കാൻ പോകുന്നത്. 21ഓളം നിശ്ചല ദൃശ്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു നിശ്ചല ദൃശ്യം എന്ന് പറയുന്നത് ക്രിസ്മസ് വില്ലേജ് ആണ്. ഓരോ നിശ്ചല ദൃശ്യത്തിനും ഇടയിൽ ഡാൻസിങ് പപ്പമാരെ നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂർ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ സാന്താക്ലോസിൻ്റെ ആ ഒരു വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് ക്രിസ്മസിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നൃത്തച്ചുവടുകളുമായി തൃശ്ശൂർ നഗരത്തെ വലം വയ്ക്കുന്ന കാഴ്ചകൾ. 300ഓളം പേരാണ് ഇത്തവണ ബൈക്കുകളിലും ഒപ്പം തന്നെ സ്കേറ്റിങ്ങിലുമായി തൃശ്ശൂർ നഗരത്തെ വലം വയ്ക്കാൻ പോകുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 300ഓളം പാപ്പമാർ ഇപ്പോൾ ബൈക്കിൽ അണിനിരക്കുന്നു, തൃശ്ശൂർ നഗരത്തെ വലം വയ്ക്കുന്നു. അതിന് തൊട്ട് പിന്നിൽ തന്നെ സ്കേറ്റിങ്ങിൽ ക്രിസ്മസ് പാപ്പമാർ വരുന്നു. ഒപ്പം വിശിഷ്ടാതിഥികൾ, ഒപ്പം വീൽ ചെയറിൽ വരുന്ന ക്രിസ്മസ് പാപ്പമാർ, നൃത്തച്ചൂടുകൾ വെക്കുന്ന ക്രിസ്മസ് പാപ്പമാർ. ക്രിസ്മസ് ആഘോഷിക്കുകയാണ് തൃശ്ശൂർ. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ജനനം ആഘോഷിക്കുകയാണ് തൃശ്ശൂർ. തൃശ്ശൂർ പട്ടണം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്.